ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മഷ്റൂം മസാല കറിയാണ്. ഇന്ന് ഞാൻ ഈ റെസിപ്പി കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോൺ വെജിറ്റേറിയൻസിന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് നിങ്ങൾക്ക് ഈ റെസിപ്പിയിലും കിട്ടും. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 കപ്പ് തേങ്ങ, 3 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, 2-3 ഗ്രാമ്പൂ, 2 ഉള്ളി മിക്സിയിൽ അരച്ചെടുത്തത്, 2 തക്കാളി അരച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 10 പീസ് കശുവണ്ടി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചത്, പിന്നെ 750 ഗ്രാം കൂനം. ആദ്യം ഒരു മിക്സി ജാറിലോട്ട് തേങ്ങ, പെരിഞ്ജീരകം, 3 ഏലക്കായ, ഒരു ചെറിയ പീസ് പട്ട, 4-5 ഗ്രാമ്പൂ, പിന്നെ വെള്ളത്തിൽ സോക്കാൻ വെച്ച കശുവണ്ടിയും കൂടി നന്നായി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഫൈൻ പേസ്റ്റ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെക്കാം. അതിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇടാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഫ്ലേവർ നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് അരച്ച് വെച്ച ഉള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളി നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ കളറിനൊക്കെ ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞു. നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടി. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ച തക്കാളി പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് എല്ലാ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മസാലയുടെ പച്ചമണം മാറണ വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. മസാലയുടെ ഏകദേശം പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഞാൻ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഇനി ഒരു 2 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മഷ്റൂംസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. എനിക്ക് ഇത് മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഇനി കൂടുതൽ സോൾട്ട് ആഡ് ചെയ്തില്ല. പിന്നെ അതിലോട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വേവിക്കാം. അധികം വിസിലിൻ്റെ ആവശ്യമില്ല. ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് നല്ലോണം വെന്ത് കിട്ടും. വിസിൽ പോയതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഗ്രേവി അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം, നമുക്ക് പൊറോട്ടയുടെ ഒപ്പം, ഏതിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.